ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാളെ കോഴിക്കോട് കടപ്പുറത്ത് പൗരത്വ സംരക്ഷണ റാലി നടക്കും. വൈകിട്ട് 7 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ റാലി ഉദ്ഘാടനം ചെയ്യും. സമസ്ത, കാന്തപുരം വിഭാഗം, KNM തുടങ്ങിയ സാമുദായിക സംഘടനാ നേതാക്കൾ റാലിയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. AK ലതീഷുണ്ട് കോഴിക്കോട് നിന്നും വിശദാംശങ്ങളുമായി. നാളെയാണ് റാലി നടക്കുന്നത്. എങ്ങനെയാണ് പരിപാടിയുടെ ക്രമീകരണങ്ങളൊക്കെ? കീർത്തി, നാളെ വൈകിട്ട് 7 മണിക്കാണ് പൗരത്വ സംരക്ഷണ റാലി. നമുക്കറിയാം, നോമ്പ് കാലമാണ്. അതുകൊണ്ട് തന്നെയാണ് നോമ്പുതുറ കഴിഞ്ഞ ശേഷമുള്ള ഒരു സമയം ഈ പൗരത്വ സംരക്ഷണ റാലിക്കായി നിശ്ചയിച്ചിരിക്കുന്നത്. കോഴിക്കോട് കടപ്പുറത്ത് 7 മണിക്ക് ചേരുന്ന റാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് നിന്നാണ് ജനാധിപത്യ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള ഈ പൗരത്വ സംരക്ഷണ റാലിക്ക് തുടക്കമാവുന്നത്. നാളെ കോഴിക്കോടാണ് റാലിയെങ്കിൽ ശനിയാഴ്ച കാസർഗോഡ് ജില്ലയിലാണ് റാലി. അതേപോലെ തന്നെ ഞായറാഴ്ച കണ്ണൂരിൽ റാലി നടക്കും. തിങ്കളാഴ്ച മലപ്പുറത്ത് റാലിയുണ്ട്. അതിനുശേഷം കൊല്ലം ജില്ലയിലും റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ നിലയിലുള്ള ഒരു ഷെഡ്യൂളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. മറ്റു ജില്ലാ കേന്ദ്രങ്ങളിലും ഇത് സംബന്ധിച്ച് റാലികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കേരളത്തിൽ പൗരത്വ സംരക്ഷണ ഭേദഗതി നിയമത്തിനെതിരെ വലിയ പ്രതിഷേധം അലയടിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനനുസരിച്ചുള്ള വലിയൊരു ആൾക്കൂട്ടത്തെ തന്നെ സംഘാടകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏകദേശം 1 ലക്ഷം ആളുകൾ നാളത്തെ റാലിയിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. വിവിധ മത സാമുദായിക സംഘടനാ നേതാക്കളും അതേപോലെ തന്നെ സാംസ്കാരിക രംഗത്തെ നിരവധി പേരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഈ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. KNM നേതാവ് TP അബ്ദുള്ളക്കോയ മദനി, അതേപോലെ തന്നെ സംസ്ഥയുടെ നേതാവ് സംസ്ഥയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുസ്തഫ മുണ്ടുപാറ, കാന്തപുരം വിഭാഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് C മുഹമ്മദ് ഫൈസി, അതേപോലെ തന്നെ ഡോക്ടർ IP അബ്ദുസലാം തുടങ്ങി ഒപ്പം ഡോക്ടർ ഫസൽ ഗഫൂർ, MESനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഡോക്ടർ ഫസൽ ഗഫൂർ തുടങ്ങി വിവിധ മത സാമുദായിക സംഘടനാ നേതാക്കൾ ഈ റാലിയിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ ഇത് സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കും. സ്വാഭാവികമായും ഈ സംഘടനകളെല്ലാം തന്നെ പൗരത്വ നിയമ ഭേദഗതി നിയമത്തിനെതിരെ വലിയ തോതിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്ന സംഘടനകൾ തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് അവരുടെ നിലപാട് പറയാനുള്ള ഒരു വേദി കൂടിയായി ഈ ജനാധിപത്യ സംരക്ഷണ സമിതി റാലിയെ അവർ ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം മന്ത്രിമാരായ PM മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ P മോഹനൻ മാസ്റ്റർ, MV ശ്രേയംസ് കുമാർ, അതേപോലെ തന്നെ KK ബാലൻ മാസ്റ്റർ, CK നാണു, മുക്കം മുഹമ്മദ് തുടങ്ങിയ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുക്കും. MLA മാർ അഹമ്മദ് ദേവർകോവിൽ, PT റഹീം തുടങ്ങിയ MLA മാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം ഡോക്ടർ KP രാമനുണ്ണി, അതേപോലെ തന്നെ ഡോക്ടർ ഖദീജ മുംതാസ്, K അജിത തുടങ്ങിയ സാംസ്കാരിക രംഗത്തുള്ള പ്രതിനിധികളും ഈ റാലിയിൽ പങ്കെടുക്കും. ഇതേ രീതിയിൽ തന്നെയാണ് വരും ദിവസങ്ങളിൽ കാസർഗോഡും കണ്ണൂരും അതേപോലെ തന്നെ മലപ്പുറത്തും പിന്നീട് കൊല്ലത്തും നടക്കുന്ന റാലികളിൽ വിവിധ സാമുദായിക സംഘടനാ നേതാക്കളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഒപ്പം സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തുകൊണ്ടാണ് കേരളത്തിൻ്റെ പ്രതിഷേധം ഈ രീതിയിൽ രാജ്യത്തെ അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. നാളെ വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന റാലി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക. കീർത്തി. ശരി, ലതീഷാണ് ആ വിവരങ്ങൾ.